ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 79. ഈശോ ജെറുസലേം ദേവാലയത്തിൽ യൂദാസിൻ്റെ പ്രസംഗം കേൾക്കുന്നു. പിന്നെ ഗത്സമേനയിലേക്ക് പോകുന്നു. ഈശോ സൈമണോടൊപ്പം ജെറുസലേമിൽ എത്തിയിരിക്കുന്നു. നമുക്ക് ഗത്സമേനയിൽ പോകും മുമ്പ് ദേവാലയം വരെ പോകാം. അവിടെ പിതാവിൻ്റെ ഭവനത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കാം. നാളെ മത്സ്യകവാടത്തിനടുത്ത് നമ്മുടെ കൂട്ടുകാരെ കാണേണ്ടതുണ്ട്. ആട്ടിടയന്മാരെയും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവരെ പലസ്തീനായിലേക്കും അയക്കും. അവർ യഥാർത്ഥ ഇടയന്മാരാണ്. ആടുകളുടെ ഉടമസ്ഥൻ ആരാണെന്ന് അവർ വെളിപ്പെടുത്തും. ഉടമസ്ഥൻ്റെ പേരെങ്കിലും ജനം അറിയും. അവർ എൻ്റെ അടുത്ത് വരികയും ചെയ്യും. യോനായെ കണ്ട ശേഷം നമുക്ക് നസ്രത്തിന് പോകണം. നിങ്ങൾ ഗലീലയായിൽ പോയിട്ടുണ്ടോ? ഒരിക്കൽ ആ വഴി കടന്നുപോയി ഒരു വൈദ്യനെ കാണാൻ പോയതാണ്. ഗലീലയ എപ്പോഴും സുന്ദരമായ ഒരു ഭൂപ്രദേശമാണ്, എൻ്റെ പ്രിയപ്പെട്ട നസ്രത്ത്. ഓ സൈമൺ, അവിടെ ഒരു പ്രത്യേകതരം പൂവുണ്ട്, ഒറ്റയ്ക്ക് വളരുന്ന പൂവ്, സൗരഭ്യം നിറഞ്ഞതും പരിശുദ്ധവുമായ പുഷ്പം. ദൈവത്തോടും മകനോടുമുള്ള സ്നേഹമാണ് സുഗന്ധം. ആ പുഷ്പം എൻ്റെ അമ്മയാണ്. നീ അമ്മയെ കാണും. അമ്മയെപ്പോലെ വേറൊരു സൃഷ്ടിയുണ്ടോ എന്ന് നീ പറഞ്ഞാൽ മതി. ഈ ഭൂമിയിലേക്കും വെച്ച് എല്ലാ അഴകുമുള്ളവൾ അവളാണ്. എന്നാൽ ബാഹ്യ സൗന്ദര്യവും അവൾക്കുണ്ട്. ഒരു വന്യമൃഗം അവളുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളഞ്ഞാൽ, അവളെ കുത്തി മുറിവേൽപ്പിച്ചാൽ, അവളെ ഭയപ്പെടുത്തി പായിച്ചാൽ, അപ്പോഴും അവളെ കണ്ടാൽ സർവാലങ്കാരഭൂഷിതയായ രാജ്ഞിയാണെന്നേ തോന്നൂ. അവളുടെ പരിശുദ്ധി ഒരു മേലങ്കിയായി അവളെ ആവരണം ചെയ്യുന്നു. എന്നെ എത്ര വേണമെങ്കിലും ഉപദ്രവിക്കാം, ഞാനതെല്ലാം പൊറുക്കും. എന്തെന്നാൽ ഈ ഭൂമിയിൽ വരുന്നതിനും എന്നെ രക്ഷിക്കുന്നതിനും എനിക്ക് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. എളിമയുള്ള അവൾ ലോകത്തിൻ്റെ രാജ്ഞിയാണ്. അവളിൽ കൂടിയാണ് ലോകത്തിന് നന്മ വരുന്നതെങ്കിലും ലോകം അവളെ അറിയുന്നില്ല. അവർ ദൈവാലയത്തിൽ പ്രവേശിച്ചു. ഒരങ്കണത്തിലൂടെ നടന്നു പോകുന്നു. ഗുരു, കണ്ടോ, ആ ജനക്കൂട്ടത്തിൽ അതാ യൂദാസ് നിൽക്കുന്നു. അയാളുടെ കൂടെ കുറേ പ്രീശന്മാരും സെൻഹെദ്രീൻ സഭയിലെ അംഗങ്ങളുമുണ്ട്. യൂദാസ് പറയുന്നതെന്തെന്ന് പോയി കേൾക്കണ്ടേ? പോയിക്കൊള്ളൂ, വലിയ പൂമുഖത്ത് ഞാൻ നിന്നെ കാത്തിരിക്കും. സൈമൺ യൂദാസിൻ്റെ ദൃഷ്ടിയിൽപ്പെടാതെ കേൾക്കാവുന്ന സ്ഥലത്ത് നിൽക്കുന്നു. നിങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തികൾ ഇവിടെ ഉണ്ട്. ഞാൻ ആരായിരുന്നു എന്ന് അവർ നിങ്ങളോട് പറയും. എന്നെ ഈശോ മാനസാന്തരപ്പെടുത്തി. നിങ്ങളിൽ വളരെ പേർ സ്നാപകനെ ബഹുമാനിക്കുന്നു. ഏലിയായേക്കാൾ വലിയവനാണെന്ന് സ്നാപകനെ പറ്റി ഈശോ പറഞ്ഞത്. സ്നാപകനാകട്ടെ സ്വർഗത്തിൽ നിന്ന് അരൂപിയും തീയും ഇറങ്ങി ഈശോയെ അഭിഷേകം ചെയ്യുന്നത് താൻ കണ്ടുവെന്നും ഇതാണ് രക്ഷകനെന്നും സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മിശിഹ ഇവൻ തന്നെയാണെന്ന്. ഒരടിമ യജമാനനെ എന്ന വിധം അത്ഭുതങ്ങൾ ഈശോയെ പിന്തുടരുന്നു. വ്യാധികളും കഷ്ടതകളും ഇല്ലാതാകുന്നു. ഇതിനേക്കാൾ ശ്രദ്ധേയമാണ് ഹൃദയത്തിൽ വരുന്ന മാറ്റങ്ങൾ. നിങ്ങളുടെ ഇടയിൽ രോഗികളുണ്ടോ? വേദന അനുഭവിക്കുന്നവരുണ്ടോ? സുഖം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നാളെ രാവിലെ മത്സ്യകവാടത്തിലെത്തുക. തൽക്കാലം ഇതാ, ഈശോയുടെ നാമത്തിൽ ഞാൻ സാധുക്കളെ സഹായിക്കുന്നു. ഉള്ള കാശെല്ലാം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു. എനിക്കിപ്പോൾ ആശ്വാസം തോന്നുന്നു. ഞാൻ തികച്ചും നിർധനനായി. ഞാൻ ഇങ്ങനെയാകണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നിക്കോദേമോസ് ഈശോയുടെ പ്രഭാഷണം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ജോസഫെ, ഗമാലിയേൽ ഈശോയെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഏതോ ഒരു പുതിയ പ്രവാചകൻ എന്ന് മാത്രം. ഗമാലിയേലിനോട് ഈശോയെക്കുറിച്ച് വീണ്ടും സംസാരിക്കണം. ഗമാലിയേൽ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ. ഇതെല്ലാം കേട്ട സൈമൺ ഈശോയുടെ അടുത്തെത്തി പറയുന്നു, ഗുരു, ഞാൻ പാപം ചെയ്തു പോയി. യൂദാസിനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങയെപ്പറ്റി ഈ രീതിയിൽ സംസാരിക്കാൻ ഞങ്ങളിൽ ചുരുക്കം പേർക്കേ കഴിയുകയുള്ളൂ. മറ്റുള്ളവർ യൂദാസിനെ കുറ്റപ്പെടുത്തുമ്പോൾ നീ ഈ കാര്യം പറയണം. അവർ ഏറെ നേരം പ്രാർത്ഥിച്ചു. പിന്നെ ദേവാലയത്തിന് പുറത്തുപോയി. താമസിയാതെ അവർ ഗത്സമേനിയിലെ ഭവനത്തിലെത്തി. അടുക്കളയിൽ ജോണുണ്ട്. ജോൺ ചെയ്ത കാര്യങ്ങളെല്ലാം പറയുന്നു. പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടുമൊക്കെ അങ്ങയെപ്പറ്റി സംസാരിച്ചു. അന്നാസിനോടും സംസാരിച്ചു. ഒരു സ്ത്രീ കരയുകയായിരുന്നു. അവർ പറഞ്ഞു, എൻ്റെ മകൾക്ക് ക്ഷയമാണ്. ഈ വരുന്ന വസന്തകാലത്ത് അവളുടെ വിവാഹം നടക്കേണ്ടതായിരുന്നു. അവൾക്ക് വിവാഹപ്പെട്ട് ഒരുക്കുന്നതിന് പകരം ശവക്കല്ലറയാണ് ഞാൻ ഒരുക്കേണ്ടത്. വൈദ്യന്മാർ പറഞ്ഞു അവൾ മരിച്ചു പോകുമെന്ന്. അവൾ നല്ലവളായിരുന്നു, അഴകുള്ളവളാണ്. അവൾക്ക് 15 വയസ്സേ ഉള്ളൂ. എനിക്കവൾ മാത്രമേ ഉള്ളൂ. അവൾ ചോര ഛർദ്ദിക്കുകയാണ്. ഞാൻ അങ്ങയെപ്പറ്റി പറഞ്ഞു. അവൾ പ്രത്യാശയിലേക്ക് കടന്നു. അവൾ അങ്ങ് വരുന്നതും നോക്കി ഇരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം നമുക്കവളെ പോയി കാണാം. നാളെ മുതൽ ഗലീലയിലേക്ക് പോവുകയാണ്.
ഗുരു, അതെനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ശിമയോൻ പത്രോസിനെ ഓർക്കുകയായിരുന്നു. അങ്ങയെ കാണാൻ അവൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടാകും. നമ്മൾ നസ്രത്തിൽ കൂടെയാണോ പോകുന്നത്? അതെ, അവിടെ നമ്മൾ പത്രോസ്, ആൻഡ്രൂസ്, നിന്റെ സഹോദരൻ ജെയിംസ് എന്നിവർക്കായി കാത്തിരിക്കും. ജോണിന് സന്തോഷമായി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈശോയും ജോണും സൈമണും മത്സ്യകവാടത്തിലെത്തി. ഈശോയെ കണ്ട ഉടനെ ഒടിഞ്ഞ കഠാരകളുടെ അത്ഭുതം പ്രവർത്തിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ ഓടി വന്നു. നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ്. നിങ്ങൾക്ക് അഹന്തയില്ല. നിങ്ങളെക്കൊണ്ട് സർക്കാരിനൊരു ശല്യവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയുന്നു. നിങ്ങൾ എങ്ങനെയാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്? മരിച്ചവരുടെ അസ്ഥികളിൽ നിന്നും മജ്ജയിൽ നിന്നും ഉണ്ടാക്കിയ തൈലമുണ്ടോ? പാമ്പുകളെ ചുട്ടെടുത്ത ഭസ്മമുണ്ടോ? ഈശോ ചിരിക്കുന്നു. ഇതൊന്നും എനിക്കില്ല, എൻ്റെ ശക്തി മാത്രമേ ഉള്ളൂ. ഈശോ സത്യദൈവത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചുമെല്ലാം അയാളെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അയാൾക്കും ഒരാത്മാവുണ്ടെന്നറിഞ്ഞ് അയാൾക്ക് അത്ഭുതം. ഞാൻ നിങ്ങളെ വീണ്ടും കാണില്ലേ? എനിക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ അലക്സാണ്ടറെ ഓർമ്മിക്കുക. ജെറുസലേമിൽ നിർത്തിയിരിക്കുന്ന സൈനികരിൽ ഒരാളാണ് ഞാൻ, സൈനികൻ പറയുന്നു. യൂദാസും ഇടയന്മാരും ഈശോ നിൽക്കുന്ന ഇടനാഴിയിലേക്ക് വന്നു. ഈശോ എന്തോ സംസാരിക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ മെലിഞ്ഞ ഒരു പെൺകുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് വന്ന് പാദത്തിൽ വീണു. ഗുരു, രക്ഷക, അങ്ങ് വീണ്ടും എന്നെ അനുഗ്രഹിക്കണം. ഞാൻ അങ്ങയെ വീണ്ടും ചുംബിക്കുന്നു. അവൾ ഈശോയുടെ കരങ്ങൾ ചുംബിക്കുന്നു. ജോണിൻ്റെ അപേക്ഷ പ്രകാരം ഈശോ സുഖപ്പെടുത്തിയ ക്ഷയരോഗിയാണവൾ. പോയിക്കൊള്ളൂ, നല്ലവളായിരിക്കൂ. ഒരു നല്ല മകൾ, പിന്നെ ഒരു നല്ല ഭാര്യ, ഒരു നല്ല അമ്മ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചതൊക്കെ പറഞ്ഞു കൊടുക്കണം. നിനക്കും നിന്റെ അമ്മയ്ക്കും സമാധാനം. അലക്സാണ്ടറെ, നിനക്കും സമാധാനം.